അങ്ങനെ ഫിജോയും അവസാനം ആ ഉത്തരം കണ്ടെത്തി. എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. കാര്യം ഫിജോ ഇത്രയും നാളും പുറത്ത് നിന്ന് മത്സരം കണ്ടിട്ട് വരുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഉത്തരവേ പറയാൻ കഴിയും. അതോ അതിനപ്പുറം ഒരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഞെട്ടലായിപ്പോയിനല്ലേ. ചോദ്യവും ഞാൻ പറഞ്ഞില്ല, ഉത്തരവും പറഞ്ഞില്ല. കൃത്യമായിട്ട് പറയാം. രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. നിങ്ങൾ വിന്നറാകുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നടത്തുന്ന സ്പീച്ച് എന്തായിരിക്കും, അതുപോലെ നിങ്ങളുടെ കൂടെ ലാഡേട്ടനടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ മത്സരാർത്ഥി ആരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഫിജോ പറഞ്ഞത് അത് ജിൻഡോ ആയിരിക്കും എന്നാണ് ഫിജോ പറഞ്ഞത്. അതുപോലെ അവിടെ നടത്തുന്ന സ്പീച്ചിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ജിൻഡോയെ പറ്റി ചില കാര്യങ്ങളും കൂടെ ഫിജോ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഫിജോ പറയുന്നത് ഒരു അളിഞ്ഞൊരു സാധനം എടുത്ത് മേശപ്പുറത്ത് വെക്കും. മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം അതിൻ്റെ കൂട്ടമായി അവിടെ എത്തും. അതിൻ്റെ വാട സഹിക്കാൻ പറ്റാതെയാകാം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ പല കാര്യങ്ങളും പലരും അഭിപ്രായം പറയും. അതെല്ലാം ജിൻഡോ ഇങ്ങനെ കേട്ടതിന് ശേഷം ആവശ്യം വരുമ്പോൾ അവർക്കെതിരെ അത് പ്രയോഗിക്കും. അതാണ് ജിൻഡോയുടെ ഒരു ശൈലി എന്നാണ് ഫിജോ പറഞ്ഞത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ജിൻഡോ കള്ളം പറയുന്നൊരു വ്യക്തിയാണ്. കള്ളം ബിഗ് ബോസിൽ ഒരിക്കലും പറയരുത് എന്ന് ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ രീതി, ഗെയിം ജയിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ആ രീതി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് എതിർക്കുന്നൊന്നുമില്ല. അതുപോലെ ടാസ്കിന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായൊരു മത്സരാർത്ഥിയാണ് അദ്ദേഹം. അതുകൊണ്ട് ജിൻഡോ ബ്രോയെ ഞാൻ ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് ഞാൻ വിന്നറാകുമ്പോൾ എൻ്റെ അടുത്ത് ജിൻഡോ ബ്രോ ആയിരിക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഫിജോ പറഞ്ഞത്. അപ്പോൾ ഫിജോയിൽ നിന്ന് അവിടുത്തെ മത്സരാർത്ഥികൾ അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നു. കാരണം അവിടുത്തെ മത്സരാർത്ഥികൾ ഫിജോ പുറത്തെ കളികളെല്ലാം കണ്ടതിന് ശേഷം വന്ന ജിൻഡോ ആയിരിക്കും തൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പം ജിൻഡോയുടെ കളിയാണ് മികച്ചത് എന്ന് പറയുന്നതിന് തുല്യമല്ലേ. അത് പല മത്സരാർത്ഥികൾക്കും ഒരു അമ്പരപ്പും വിഷമമൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് പലരുടെയും മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഏതായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.